ഓൾമോസ്റ്റ് നമ്മുടെ ചെയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വെള്ള പെയിൻ്റ് അടിച്ചു. രാത്രിയിലാണ്, മഴയില്ലാത്ത സമയം നോക്കി നമ്മളങ്ങ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇടയ്ക്ക് നമുക്കൊരു ബോർഡർ, ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം തമിഴയും കണ്ട പോലെ തന്നെ നമ്മളിന്നൊരു അടിപൊളി ചെയർ അല്ലെങ്കിൽ ഒരു ബെഞ്ച് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഈ പാർക്കിലൊക്കെ പോകുമ്പോൾ കാണുന്ന അതേ രീതിയിലുള്ള ഒരു ബെഞ്ച് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊരു കവുങ്ങുണ്ടായിരുന്നു. അപ്പോൾ അത് വെട്ടിയപ്പം പെട്ടെന്നുണ്ടായ ഒരു ആശയത്തിൽ നമ്മൾ പണിതാണ് ഈ ചെയർ. അപ്പോൾ ആ കവുങ്ങ് വെറുതെ വെട്ടി കളയണ്ട, അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്നൊരു ഉദ്ദേശത്തിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അവിടേക്ക് നമ്മൾ ഒരു പാർക്കിലൊക്കെ ഉള്ള പോലത്തെ ഒരു ചെയർ, ഒരു ബെഞ്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മുടെ ഇവിടെ വെട്ടിയെടുത്ത ആ കവുങ്ങ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്കത് വേണ്ടത്, അതിന് പണിയാൻ വേണ്ടി മെയിനായിട്ടും 4 കാല് വേണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള അളവാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4 കാലിന് വേണ്ടിയുള്ള അളവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ടറില്ലാത്തതുകൊണ്ട് നമ്മൾ ആക്സിൽ ബ്ലേഡ് തന്നെയാണ് ഉപയോഗിച്ചത്. കുറച്ച് സമയം എടുത്തെങ്കിലും നമ്മൾ എന്തായാലും പതുക്കെ കട്ട് ചെയ്തെടുക്കാം. കട്ടർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി തീർന്നേനെ. കട്ടർ എന്തോ നമുക്കില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ പതുക്കെ ആക്സിൽ ബ്ലേഡ് ഉപയോഗിച്ച് പതുക്കെ കുറേശ്ശെ കട്ട് ചെയ്തെടുക്കുമായിരുന്നു. നല്ല ശ്രമകരമായ ഒരു പണി തന്നെയായിരുന്നു ഇത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. എന്തായാലും ഒരേപോലത്തെ അളവിലുള്ള 2 കാലും പിന്നെ അതിലും കുറച്ചുകൂടെ വലിപ്പം കുറഞ്ഞ 2 കാലും കൂടാണ് നമുക്ക് ആദ്യം വേണ്ടത്. എന്തായാലും അങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ അവസാനം നമ്മൾ 4 കാലും ആദ്യം കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതാണ് മെയിനായിട്ട് നമുക്ക് ബെഞ്ച് ഉണ്ടാക്കുമ്പം മെയിനായിട്ടും വേണ്ട സാധനം. ഇതിന് ശേഷമാണ് നമുക്ക് ബാക്കി അളവുകളൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്നത്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന് മുറിച്ച് ഒരു വിധത്തിൽ 4 കാല് നമ്മൾ കട്ട് ചെയ്തു. ഇനി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇവിടായിട്ടാണ് നമ്മൾ നമ്മുടെ ബെഞ്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം നമുക്ക് സ്ഥാനം കാണണം. അതിന് അളവ് കുറ്റി 4 എണ്ണം അടിച്ചു. അതിനുശേഷം നമ്മളൊരു തൂമ്പ അല്ലെങ്കിൽ ഒരു മൺവെട്ടി എടുത്തുകൊണ്ട് വന്ന് നമ്മൾ 4 കുഴി എടുക്കുകയാണ്. കുഴി എടുത്ത ശേഷം അതിലേക്കാണ് ഈ 4 കാല് നമ്മൾ വെക്കുന്നത്. നമ്മൾ ആദ്യം 4 കാലൊക്കെ ഒന്ന് വെച്ച് നോക്കി കറക്റ്റ് അളവാണെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിലെ വഴി പോകുന്നവരൊക്കെ എന്നോട് ചോദിച്ചു, നീ എന്തോടാ ഈ കാണിക്കുന്നത്, എന്തോ പരിപാടിയാണ്? അപ്പുറത്ത് പറമ്പിൽ കിളച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, നീ എന്തോ എന്നൊക്കെ ആർക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു. കുറച്ച് പേര് പറഞ്ഞു അവിടെ ചെടി ഏതാണ്ട് കയറ്റി വിടാനാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു, അവസാനം നമുക്ക് എന്താവുമെന്ന് കാണാം എന്ന് പറഞ്ഞു ഓരോരുത്തർ വിട്ടു. അപ്പുറത്തെ പറമ്പിൽ ഞാൻ ഏകദേശം രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. നമ്മൾ ഏകദേശം വൈകുന്നേരത്തോളം ആയത് കഴിഞ്ഞപ്പോഴത്തേനും. അപ്പോൾ അപ്പുറത്തെ പറമ്പിലൊക്കെ പണി കഴിഞ്ഞൊക്കെ ആൾക്കാരൊക്കെ പോയി. എങ്കിലും നമ്മുടെ പണി കഴിഞ്ഞില്ല, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ തന്നെയുള്ള പരിപാടിയായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേനാണ് നമ്മുടെ സഹോദരൻ ജോയിൻ ചെയ്തത്. എന്തായാലും നമ്മൾ 4 കാല് ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനിയാണ് ബാക്കി അളവുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഇതുപോലെ ക്രോസ് ഉള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിനോട് തന്നെ മുറിച്ചെടുത്തായിരുന്നു. അപ്പോൾ ഇതുപോലൊക്കെ വെച്ചൊക്കെ നോക്കി അപ്പോഴത്തേനത് നമ്മുടെ സഹോദരൻ നമ്മുടെ കൂടെ ഹെൽപ്പിന് വേണ്ടി വന്നിട്ടുണ്ട്. പുള്ളിയുടെ ഐഡിയയും പറഞ്ഞപ്പം ഒരേപോലെ ഈ കാല് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ജോയിൻ ചെയ്ത് കെട്ടാൻ പാടായിരിക്കും. അപ്പം പുള്ളി പറഞ്ഞ പ്രകാരം ഞാൻ ആ ഫ്രണ്ടിലെ കാല് നമ്മൾ വീണ്ടും ഇളക്കിയിട്ട് ഇങ്ങോട്ട് മാറ്റി കുറച്ച് കുഴിയെടുത്ത ശേഷമാണ് നമ്മളിനി ബാക്കിയും കൂടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അങ്ങനെ അതിനു വേണ്ടിയുള്ള കുഴിയെടുത്തു. വീണ്ടും കുറച്ച് പണിയായിരുന്നു, എങ്കിലും സാരമില്ല. നമ്മളിത് പെർഫെക്റ്റായിട്ട് നമുക്ക് ബെഞ്ച് ഉണ്ടാക്കി ഇരിക്കണമല്ലോ, അല്ലെങ്കിൽ എല്ലാം കൂടെ പൊളിഞ്ഞ് താഴെ കിടക്കത്തില്ലേ. എന്തായാലും കുറച്ച് കണ്ടോ, പുറകിലെ 2ഉം ഒരുപോലെ നിന്നിട്ട് കുറച്ച് മുന്നിലത്തെ അകത്തോട്ട് ഉള്ളിലോട്ട് വെച്ചിട്ട് കുഴിയെടുത്ത ശേഷം വേണം നമുക്കത് ഒരുമിച്ച് കെട്ടി ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്. അങ്ങനെ നമ്മളേതായാലും ആ കുഴി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരുമിച്ച് ജോയിൻ ചെയ്ത് കെട്ടിയിട്ട ശേഷമാണ് നമ്മൾ ഈ ചെയറിൻ്റെയൊക്കെ ഉള്ള ഒരു വലുപ്പത്തിൽ ഉണ്ടാക്കുന്നത്. ഞാനൊരു കസേരയുടെയൊക്കെ ഒരു പൊക്കത്തിൻ്റെ ഒരു അളവിലാണ്
ഞാനിത് സെറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നത്. വലിയ പൊക്കമല്ല എങ്കിലും പെട്ടെന്ന് കൊച്ചു കുട്ടികളൊന്നും വലിഞ്ഞു കയറാത്ത രീതിയിലുള്ള ഒരു പൊക്കത്തിലാണ് വെച്ചേക്കുന്നത്. അപ്പം ഇതിൻ്റെ ക്രോസ് ഇടാനുള്ള കമ്പാണ് നമുക്കിനി മുറിക്കേണ്ടത്. അത് നമ്മൾ മുറിച്ചു, അളവെടുത്തു. അപ്പോൾ അതിൻ്റെ സൈഡ് ഇച്ചിരി ചെത്തി കൊടുത്തിട്ട് വേണം നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഓക്കെ, അവിടെ ഞാൻ ചെറിയൊരു ആണിയൊക്കെ അടിച്ചു കൊടുത്ത് അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ നമുക്ക് ഇത് കയർ മേടിക്കണം. അപ്പോൾ ചകിരിക്കയറാണ് നമുക്ക് നല്ലത്. ഇത് കെട്ടി നല്ല ടൈറ്റായിട്ട് സ്ട്രോങ് ആയിട്ടിരിക്കാൻ. അപ്പോൾ ചകിരിക്കയർ മേടിക്കാൻ വേണ്ടി നമ്മുടെ അനുജനെ നമ്മൾ പറഞ്ഞു വിട്ടു. പുള്ളി ചകിരിക്കയറൊക്കെ മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേന് ഞാൻ ബാക്കിയുള്ള തടികളും കൂടെയൊക്കെ ക്രോസ് ഇടാനുള്ള തടിയൊക്കെ മുറിച്ചിട്ടുണ്ട്. ഇത് കവുങ്ങാണ്, പൂർണ്ണമായിട്ടും കവുങ്ങയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. കവുങ്ങായതുകൊണ്ട് തന്നെ ലൈഫ് എങ്ങനെ കിട്ടുമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. എങ്കിലും നമുക്ക് അവസാനം ഇതിന് പെയിൻ്റ് അടിച്ചു കൊടുത്താൽ കുറച്ചുകൂടെ ലൈഫ് എന്തായാലും കിട്ടും. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇത് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഇതുപോലെ മേടിച്ച കയർ ഉപയോഗിച്ച് കൂട്ടി കെട്ടുകയാണ്. നമ്മളിപ്പോഴും ഇതിൻ്റെ ബേസ്, അതായത് അടി ആ കുഴി എടുത്തിട്ട് ഉറപ്പിച്ചിട്ടില്ല. നമ്മൾ അവസാനം കല്ലൊക്കെ ഇട്ട് ഉറപ്പിച്ച് ചെറിയൊരു മിറ്റിലൊക്കെ സിമെൻറ്റ് ഉപയോഗിച്ച് ചെറിയൊരു കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ ആവശ്യത്തിനുള്ള ക്രോസ് കമ്പിട്ട് ഒന്ന് ചെറിയൊരു ഷേപ്പൊക്കെ വരുത്തി, കസേരയുടെ ഷേപ്പ് വരുത്തി നമുക്കിനി ചാരി ഇരിക്കാനുള്ള ആ വശത്തേക്ക് നമ്മളിനി ഒരു കമ്പ് വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഈ കയറ് തന്നെയാണ് ഉപയോഗിച്ചത്, ചകിരിക്കയർ തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങനെ അത് നമ്മൾ ഏതായാലും കെട്ടി. അങ്ങനെ അത് കെട്ടിയ ശേഷം നമുക്ക് ഇപ്പുറത്തെ ഭാഗവും അതുപോലെ തന്നെ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഏകദേശമൊക്കെ ഒരു ചെയറിൻ്റെ ഷേപ്പൊക്കെ വന്നു തുടങ്ങി എന്ന് പറയാം. പിന്നെ അപ്പോൾ തന്നെ ഒരു കാല് ഇച്ചിരി പൊക്കമായിട്ട് തോന്നി. അപ്പോൾ നമ്മൾ ആ കാല് ഇളക്കിയിട്ട് വീണ്ടും ഇച്ചിരി കുഴിയെടുത്ത് അത് നിലവിൽ ചെയ്തു. അപ്പോൾ ഈ ആശാരിമാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ, കറക്റ്റ് അളവിലൊക്കെ ഈ ചെയർ പണിയാന്ന് വെച്ചാൽ. എന്തായാലും നമ്മൾ ചെറിയൊരു കൗതുകത്തിന് തുടങ്ങിയ, പക്ഷേ നമുക്കൊരു എല്ലാവരും വഴിയെ പോകുന്നവരൊക്കെ ചോദിക്കാൻ തുടങ്ങി എന്താണ് ചെയ്യുന്നത്. അപ്പം എന്തായാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചെയർ പണിതെടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ബേസ് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കല്ലുകൾ പെറുക്കിക്കൊണ്ട് വന്ന് അത് ഉപയോഗിച്ച് അത് ഒന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിന് ഇരിക്കാനുള്ള ഭാഗത്തും അതുപോലെ ചാരി ഇരിക്കാനുള്ള ഭാഗത്തും കമ്പുകൾ നിരത്തി ഇങ്ങനെ വെക്കണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് വീണ്ടും കയറ് വേണം. അപ്പോൾ അതിന് നമ്മൾ ചെറിയ പ്ലാസ്റ്റിക് കയറ് മേടിച്ചു. അപ്പോൾ അത് വെച്ചാണ് ചുറ്റുന്നത്. പ്ലാസ്റ്റിക് കയർ ഇട്ട് ഇങ്ങനെ ഒരുമിച്ച് കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആണി കൊടുത്താലുള്ള വിഷയം എന്ന് വെച്ചാൽ ഇത് പൊട്ടിക്കീറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വലുതായിട്ട് ആണി നമ്മളിതെല്ലാം യൂസ് ചെയ്യുന്നില്ല. ചെറിയ 1-2 ആണി വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ വീണ്ടും ഇതുപോലെ ചെറിയ ഇരിക്കാനുള്ള പീസുകളൊക്കെ ഇങ്ങനെ കെട്ടി നോക്കി. അപ്പം നമ്മൾ ഏകദേശം ഇരിക്കാനുള്ള ഭാഗത്തെ കമ്പ് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇങ്ങനെ ചാരി ഇരിക്കുന്ന അവിടോട്ട് നമുക്കിങ്ങനെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു. വലിപ്പത്തിലാണ് നമുക്ക് അത്യാവശ്യം ഒരാൾക്ക് കിടക്കാനും അതുപോലെ നല്ലതായിട്ട് ചാരി കയറി ഇരിക്കാനുള്ള വലിപ്പത്തിലാണ് നമ്മളിത് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ചാരി ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അവിടെ നിന്നൊരു കമ്പ് മേളിൽ നിന്ന് നമ്മൾ ഇരിക്കുന്ന അവിടോട്ടൊരു ഇത് കൊടുത്താൽ നമുക്ക് ആ ചാരി ഇരിക്കുന്ന സെറ്റപ്പിൽ അത് പണിതെടുക്കാനുള്ളൂ. അതെൻ്റെ ഐഡിയ അല്ല കേട്ടോ, നമ്മൾ അനിയൻ്റെ ഐഡിയ ആണ്. പുള്ളിയാണ് പറഞ്ഞ് ചാരി ഇരിക്കുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ലുക്കായിരിക്കും. നമുക്ക് ഈ പാർക്കിലൊക്കെ ഉള്ള മോഡൽ ഒരു കസേര സെറ്റ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവൻ്റെ അഭിപ്രായപ്രകാരം നമ്മൾ ആ ഒരു 3 ഇങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് മേളത്തെ അതിൽ നിന്ന് നമ്മൾ ഈ ഇരിക്കുന്ന അതിലോട്ട് സെറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ചാരി ഇരിക്കുന്ന രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഏകദേശം സമയം ഇപ്പോൾ ഏകദേശം 3-3:30 ആയിട്ടുണ്ട്. രാവിലെ തുടങ്ങിയതാണ്. ഒരു ഉച്ചയായപ്പോഴാണ് നമ്മുടെ ബ്രദർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. എന്തായാലും നല്ല ഒരു ദിവസം കൊണ്ട് തീർക്കണം. ഇടയ്ക്ക് മഴ ചാറിയായിരുന്നു, എങ്കിൽ പോലും അതൊന്ന് തീർക്കണം എന്നുള്ളൊരാഗ്രഹത്തിന് മേലാണ് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്കൊന്ന് സ്ട്രോങ് കിട്ടാൻ വേണ്ടി നമ്മളത് അതിൻ്റെ തന്നെ ഇടയ്ക്ക് നമ്മളൊരു കമ്പ് ബേസ് ഒരു സ്ട്രോങ്ങിന് വേണ്ടി കൊടുത്തിട്ട്
നടുക്കൂടെ ഒരു നമ്മൾ ഇരിക്കാനിട്ടേക്കുന്ന ക്രൂസിൻ്റെ അവിടോട്ട് ഒരു പലകയും കൂടെ ചെറിയൊരു പട്ടിക പോലെ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കനമുള്ള അല്ലെങ്കിൽ ഒരു വെയിറ്റുള്ള ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോകത്തില്ല. അപ്പോൾ ഒരു ചെറിയൊരു ബലം കിട്ടാൻ വേണ്ടി നമ്മൾ അവിടെ നിന്ന് ഒരു ബേസ് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലും കൂടെ ഒരു കമ്പ് കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് കെട്ടിയൊക്കെ കറക്റ്റാക്കി 4 സൈഡിലെ കമ്പുകളൊക്കെ ഒരേ ലെവലിൽ മുറിച്ചൊക്കെ കളയണം. നമുക്കിത് പണിയെ കുറച്ചുകൂടെ എളുപ്പമാക്കാൻ ഒറ്റ വഴിയുള്ളൂ. കട്ടർ, ഒരു കാടിയൊക്കെ മുറിക്കുന്ന ടൈലോ അതിലൊക്കെ മുറിക്കുന്ന ഒരു കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ആക്സിൽ ബെൽഡ് വെച്ചാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് അതിൻ്റെ ഒരു താമസമൊക്കെ കട്ട് ചെയ്യാനുള്ളതൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ആ ഒരു കട്ടിങ്ങും ഫിനിഷിങ്ങും ഒക്കെ ആ ഒരു കട്ടറാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടിയാണ്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന കുറച്ച് താമസം വരും. എന്തായാലും നമുക്ക് ആ ഇരിക്കുന്ന ഭാഗത്ത് ഒന്ന് സ്ട്രോങ് ആകാൻ വേണ്ടി നമ്മൾ ആ നടുക്കൊരു പട്ടികയും കൂടെ കൊടുത്തിട്ടുണ്ട്, ഒരു ചുമ്മാ ഒന്നൊരു ബലം കിട്ടാൻ വേണ്ടി. അപ്പോൾ ഏകദേശമൊക്കെ നമുക്ക് ഞങ്ങൾ ഒന്നൊരു സെറ്റാക്കിയിട്ടൊന്ന് ഇരുന്നൊക്കെ നോക്കി, ഓക്കെയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാക്കി സാധനങ്ങളെല്ലാം കൂടെ നമുക്കൊന്ന് കയറ് വെച്ച് നല്ലതായിട്ട് മുറുക്കണം. അതിനുശേഷം താഴെ കാലുകൾ നല്ല കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി വീട്ടിൽ ഇരുന്ന കുറച്ച് സിമെൻറ്റും ആ മുറ്റത്ത് തന്നെ കിടന്ന കുറച്ച് വിറ്റിലും കുറച്ച് പാറപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ആ 4 കാലിൻ്റെ അവിടെ നമ്മൾ ആ കോൺക്രീറ്റ് ചെയ്ത് നല്ലതായിട്ടൊന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ചെയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് ലൈഫ് കിട്ടാൻ വേണ്ടി പെയിൻ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ആ പെയിൻ്റ് അടിക്കാനുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് തൽക്കാലം നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ടയർഡായി. എന്തായാലും പെയിൻ്റ് അടിക്കുന്ന നമുക്ക് പെയിൻറ്റ് വാങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ അടിക്കും. 2 കളറ് പെയിൻറ്റ് മിക്സ് ചെയ്ത് അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ ചെയർ പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് ആ ചെയറിലിരിക്കുന്ന കുറേ പായലും അതുപോലെ മഴ നനഞ്ഞൊക്കെ ഉണ്ടായ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് നീക്കം ചെയ്യാൻ വേണ്ടി നല്ലതായിട്ട് നമ്മളൊന്ന് വൃത്തിയായിട്ട് എടുക്കുക. എങ്കിലേ നമുക്ക് പെയിൻ്റ് അടിച്ച് നല്ല വൃത്തിയായിട്ട് പെയിൻറ്റ് ഫിനിഷായി കിട്ടത്തുള്ളൂ. അങ്ങനെ ഏകദേശമൊക്കെ നമ്മളതൊക്കെ ഒന്ന് ഉരച്ച് വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ പറ്റിയ പായലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന പെയിൻ്റ് ഒരു വൈറ്റ് കളറാണ്. അപ്പോൾ വൈറ്റ് കളറിൽ നമ്മൾ വേറൊരു പെയിൻറ്റ് കൂടെ ഇടയ്ക്ക് ഒരു ഡിസൈൻ പോലെ കൊടുക്കുന്നുണ്ട്. അപ്പം പെയിൻറ്റ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വൈറ്റ് കളർ ആദ്യം ഒരു കോട്ട്, ഫസ്റ്റ് കോട്ടൊന്ന് ജസ്റ്റ് ഇച്ചിരി നല്ല ടൈറ്റായിട്ടല്ല പെയിൻറ്റ്, ജസ്റ്റ് ഒന്ന് ലൂസായിട്ടൊന്ന് പെയിൻറ്റ് എല്ലാ ഭാഗത്തും വൈറ്റ് കളർ അടിച്ച് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ ഏകദേശം നമ്മൾ ഫുള്ള് വൈറ്റ് കളർ പെയിൻറ്റ് ഏകദേശം ഫസ്റ്റ് കോട്ട് അടിച്ച് കഴിയാറൊക്കെ ആയി. എൻ്റെ ഇടയ്ക്ക് മഴ പെയ്തായിരുന്നു, ഞാനൊന്ന് ചൂട്ടിയൊക്കെ ഇട്ടായിരുന്നു. എന്തായാലും കൊള്ളാം. ഏകദേശമൊക്കെ നമ്മൾ ഫസ്റ്റ് കോട്ട് അടിച്ചു കഴിഞ്ഞു. ഇനി സെക്കൻഡ് കോട്ട് അതൊന്ന് ഉണങ്ങിയ ശേഷമാണ് അടിച്ചത്. അപ്പോഴത്തേന് സമയം രാത്രിയൊക്കെ ആയി. ഞാൻ രാത്രിയിലാണ് അടിക്കുന്നത്, ലൈറ്റൊക്കെ ഇട്ട്. അപ്പോൾ അതിൻ്റെ ഒരു തെളിച്ചക്കുറവൊക്കെ നമ്മുടെ വീഡിയോയിലുണ്ട്. എന്തായാലും എല്ലാവരും സഹകരിക്കുക. നമ്മൾ അങ്ങനെ രണ്ടാമത്തെ കോട്ടും അങ്ങനെ ഏകദേശം നല്ല ഇട്ടൊക്കെ ഒന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കസേരയ്ക്ക് ഏകദേശമൊക്കെ ആ പഴയ ആ ഒരു ഇതൊക്കെ മാറുന്ന ഒരു ലുക്കൊക്കെ കിട്ടി. ഇനി നമുക്ക് ഈ വൈറ്റ് കളറൊന്ന് ഉണങ്ങിയ ശേഷം ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ വേറൊരു കളറൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വൈറ്റ് കളർ അടിച്ച ശേഷം നമുക്ക് പകൽ ഇതൊന്ന് കാണാം, ഇതാണോ ഈ അവസ്ഥയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ള പെയിൻറ്റിൻ്റെ ഇടയ്ക്ക് വേറൊരു കളർ ഡിസൈൻ ചെയ്യണം. അപ്പോൾ അതാണ് നമുക്ക് ഇനിയുള്ള ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മൾ വെള്ള പെയിൻ്റ് അടിച്ച് രാത്രിയിലാണ്, മഴയില്ലാത്ത സമയം നോക്കി നമ്മൾ ചെയ്യുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇടയ്ക്ക് നമുക്കൊരു ബോർഡർ ഡിസൈൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ മഞ്ഞ പെയിൻറ്റ് ചെയ്യണം. ഇതിന് നമുക്ക് എടുക്കാം. അത് നമ്മുടെ മറ്റിലോട്ടാണ് നോക്കുകയാണ്. ഒരു പെയിൻറ്റ് കുറച്ച് അങ്ങനെ നമ്മൾ മഞ്ഞ പെയിൻറ്റ് നമ്മൾ ഈ വൈറ്റ് പെയിൻറ്റ് അടിച്ചതിൻ്റെ മുകളിലോട്ട് ഒരു ഡിസൈൻ കണക്ക് അടിക്കുകയാണ്. ഫുള്ള് മഞ്ഞ പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയല്ല, ഇടയ്ക്കിടയ്ക്കൊരു വൈറ്റും മഞ്ഞ ആ ഒരു സൈഡിൽ നമ്മളങ്ങനെ നമ്മുടെ ചെയർ ഫുള്ളങ്ങനെ ഒരു വൈറ്റ് മഞ്ഞ എന്നുള്ളൊരു കോമ്പിനേഷനിൽ സെറ്റ് ചെയ്തെടുക്കുകയാണ്. വേറെ കളറുകളൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരും വീഡിയോകളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ പെയിൻറ്റ് ചേഞ്ച് ചെയ്ത് നമുക്ക്
ചെക്ക് ചെയ്ത് നോക്കാം. എനിക്കൊരു വൈറ്റ് മഞ്ഞ കോമ്പിനേഷൻ ചെയ്താൽ കൊള്ളാമെന്നുള്ള ഒരു ഇതിൽ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇത് നമ്മൾ ജസ്റ്റ് നമ്മുടെ വീട്ടിലൊരു ജസ്റ്റ് കവുങ്ങ് മുറിച്ചപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പേരിൽ തുടങ്ങി ചെയ്തതാണ്. എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും വീട്ടിലുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഇതിൽ നമ്മൾ വെയിലില്ലാത്ത, അവിടെ കുറച്ച് വെയിലുള്ള സ്ഥലമാണ്, വെയിലില്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ അവിടെ പോയി ഇരിക്കാറുണ്ട്, സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട വീട്ടിലേക്ക് ഉള്ള ഒരു സ്ഥലം തന്നെയാണിത്. അങ്ങനെ ഫ്രണ്ട്സ്, ഇതേ ഓൾമോസ്റ്റ് നമ്മുടെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് ഉണങ്ങി ശേഷം നമുക്ക് ഇതിലിരിക്കാം. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ കവുങ്ങോ അല്ലെങ്കിൽ മുളയൊക്കെ മുറിക്കുമ്പോൾ നിങ്ങൾക്ക് വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകില്ല. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറന്നു പോകാതെ നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകളൊക്കെ കിട്ടാൻ ഞങ്ങളുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അതുവരെ ടേക്ക് കെയർ, ബൈ.